कसम कहते हैं जो भी निगम की आमदनी होगी वो साटों में बटेने की बराबर से बटेगी। और हम जितने लोग हैं, हमारे जो ग्रुप के लोग हैं, और इन पे अगर जो किसी पे आँच आती है तो सब इकट्ठे होंगे। हमेशा हमेशा कसम कहते हैं जो भी निगम की आमदनी होगी वो साटों में बटेने की बराबर से बटेगी। और हम जितने लोग हैं, हमारे जो ग्रुप के लोग हैं, और इन पे अगर जो किसी पे आँच आती है तो सब इकट्ठे होंगे। हमेशा हमेशा ആദ്യം നിങ്ങൾ കണ്ടത് യു പി, അതായത് യോഗി ആദിത്യനാഥൻ. ആ യോഗി ആദിത്യനാഥൻ്റെ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്ത്? കൗൺസിലർമാരായിട്ട് അധികാരമേൽക്കുന്ന നിമിഷം എടുക്കുന്ന പ്രതിജ്ഞയല്ല, മറിച്ച് കുറച്ച് കൗൺസിലർമാർ, ഒരു ഗ്രൂപ്പ് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ് ആ പ്രതിജ്ഞ? ആ പ്രതിജ്ഞ നിലനിർത്താൻ വേണ്ടിയും ആ എടുക്കുന്ന പ്രതിജ്ഞയോട് വിശ്വാസ്യത പുലർത്താൻ വേണ്ടിയും ഗംഗാജലം, ഗംഗയിൽ നിന്നുള്ള വെള്ളം, അതും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവര് പ്രതിജ്ഞ എടുക്കുന്നത്. എന്താ പ്രതിജ്ഞ എടുക്കുന്നത്? നമ്മൾ കക്കൂല എന്നല്ല, നമ്മൾ കക്കും. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. എന്താ കക്കുന്നതിന് കണ്ടീഷൻ? കട്ട് കഴിഞ്ഞാൽ ആര് കട്ടാലും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് വീതം വെച്ച് നൽകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈക്വലായിട്ട് വീതം വെച്ച് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ശക്തമായിട്ട് അയാളെ പിന്തുണക്കുകയും പ്രതിരോധിക്കുകയും വേണം. ഇതാണ് സത്യപ്രതിജ്ഞ. ഗംഗാജലം കയ്യിലേന്തിക്കൊണ്ടാണ്. നിങ്ങൾ കാവടി യാത്ര കണ്ടിട്ടില്ലേ? എന്തിനാ കാവടി യാത്ര നടത്തുന്നത്? അപ്പോൾ ഈ ഗംഗാജലം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കക്കൂല എന്ന് പ്രതിജ്ഞ എടുക്കുകയായിരുന്നെങ്കിൽ അതൊരു മാതൃകയായിരുന്നു. പക്ഷേ കക്കണം, നമ്മൾ കക്കണം. പക്ഷേ കട്ട് കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ആലോചിക്കണം, ഈ ഷാജഹാൻപൂർ എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അവിടെ 60 വാർഡുകളാണുള്ളത്. അതിൽ 41 BJP വിജയിച്ചു. BJP ആണ് ഭരിക്കുന്നത്. ഈ പറയുന്ന അർച്ചന വർമ്മയാണ് അവിടുത്തെ മേയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോർപ്പറേഷനിലെ ആളുകൾ, വാർഡ് കൗൺസിലർമാരായിട്ടുള്ള BJPയുടെ അംഗങ്ങൾ നടത്തിയ ഒരു സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ സത്യപ്രതിജ്ഞ അധികാരമേൽക്കുമ്പോഴല്ല, അധികാരമേറ്റതിന് ശേഷം 2023 ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികാരമേൽക്കുന്നത്. ഇപ്പോൾ ഇത് റീസെൻ്റ്ലി അവർ കക്കാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. മാത്രമല്ല, നമ്മൾ ആരെങ്കിലും ഒരാളെ പിടിക്കപ്പെട്ടാൽ എല്ലാവരും കക്കണം, എന്നിട്ടത് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വകുപ്പുകളും കിട്ടിയിരിക്കുന്ന ചുമതലകളൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ ഫണ്ടിൽ നിന്നും കട്ടുമുടിക്കണം, എന്നിട്ടത് വീതം വെക്കുമ്പോൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് കണ്ടീഷൻ. അതുപോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആര് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അവനെ പിന്തുണച്ച് പ്രതിരോധിക്കുകയും വേണം എന്നുള്ളതാണ് പ്രതിജ്ഞ എടുക്കുന്നത്. അതാണ് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. രണ്ടാമത്തെ വീഡിയോയിൽ അത് കട്ട് കഴിഞ്ഞതിൻ്റെ ഒരു അനന്തരഫലം, കൊള്ളയുടെ അനന്തരഫലമാണ് രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ആദ്യത്തെ വീഡിയോ കക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു, കട്ടിട്ടത് ഈക്വൽ ഷെയർ നടത്തണമെന്ന് പ്രതിജ്ഞ എടുക്കുന്നെങ്കിൽ 1200 കോടി രൂപ ചെലവിട്ട് രാജ്യത്ത് പണി കഴിപ്പിച്ച ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ കാഴ്ച മനസ്സിലായില്ലേ? പാർലമെൻറ്റ് മന്ദിരത്തിൽ ചോർച്ച മുമ്പും പല ആവർത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാ അല്ലേ? ഇതിപ്പോൾ മന്ദിരത്തിൽ ചോർച്ച എന്ന് മാത്രമല്ല, അതിൻ്റെ മുറ്റത്തും അതിൻ്റെ പടിക്കെട്ടുകളിലും എല്ലായിടത്തും
വെള്ളം അങ്ങനെ പ്രളയ സമാനമായിട്ട് ഒഴുകി നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കൈയിട്ട് വാരല് കട്ടത് ചില്ലറയൊന്നല്ല, കട്ടത് ചില്ലറയൊന്നല്ല, കട്ടത് കോടാനുകോടിയാണ് കട്ടത്. എല്ലാം ഒരു തട്ടിക്കൂട്ട് മാത്രമാണ്, വെറും തട്ടിക്കൂട്ട് പ്രഹസനങ്ങൾ മാത്രമാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് അധിക കാലമൊന്നായിട്ടില്ല. ഈ അടുത്ത കാലത്ത് എല്ലാ ടെക്നോളജിയും രാജ്യത്ത് അവൈലബിളായ ഒരു സമയത്ത് ആണ് എന്തുണ്ടാക്കുന്നത്, ഈ പാർലമെൻറ്റ് ഉണ്ടാക്കുന്നത്, അത് ഉദ്ഘാടനം ചെയ്യുന്നതും ഏറ്റവും റീസെൻ്റ് ആയിട്ട്. അപ്പോൾ ഈ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതിന് എത്രയോ ദിവസങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് 2023 അല്ലേ? ആ 2023 ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷം. ആ 3 വർഷം കൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് 1200 കോടി രൂപ ചെലവിട്ട് പണിത പാർലമെൻറ്റ് ഇത്രയധികം എന്താ പറയേണ്ടത് പ്രശ്നങ്ങൾ ആ പാർലമെൻറ്റ് മന്ദിരത്തിനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാർലമെൻറ്റ് മന്ദിരത്തിൽ പോലും അഴിമതി, അതിൻ്റെ നിർമ്മാണത്തിൽ പോലും ഒരു ക്വാളിറ്റിയുമില്ലാതെ എല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, എന്നാൽ പുറംമോടിക്കൊരു കുറവുമില്ല. ഇതെന്താ പ്രശ്നം? പുറമേ കാണുന്ന ഭംഗിയേ ഉള്ളൂ, അകം പൊള്ളയാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ എല്ലാം പൊള്ളയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ, കഴിഞ്ഞ വർഷമല്ല, ഉദ്ഘാടനം കഴിഞ്ഞ ആ വർഷത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ചോർച്ച വലിയ രീതിയിൽ ചർച്ചയായതാണ്. പാർലമെൻറ്റിൽ മഴ പെയ്തിട്ട് പാർലമെൻറ്റ് മന്ദിരം ചോർന്നത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇപ്പോഴിതാ അതേ ചോർച്ചയും അതേ വെള്ളക്കെട്ടും അതേ കുത്തിയൊലിക്കലും എല്ലാം പാർലമെൻറ്റ് മന്ദിരത്തിലും കാണാൻ കഴിയുന്നു. ഇപ്പം ഞാൻ പറയുന്നത്, രാജ്യത്ത് വികസനങ്ങളുടെ പേരിൽ കോടാനുകോടി ചെലവഴിച്ച് എല്ലാം വെരി പുവർ ക്വാളിറ്റിയിൽ, പുറമെ മാത്രം കാണാൻ ഭയങ്കര ഭംഗിയാണ്, പുറമെ ഭംഗിയും അകം പൊള്ളയായ രീതിയിൽ പണിത് വെച്ചിരിക്കുകയാണ്, എല്ലാത്തിലും കൈയിട്ട് വാരിയിരിക്കുക. ഇപ്പം നിങ്ങളൊരു ആലോചിച്ച് നോക്ക്, ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്, ഇപ്പം രാജ്യത്ത് ഇപ്പോൾ ഈ പറയുന്ന BJPയുടെ മുഖങ്ങളായിട്ടുള്ള ഓരോ നേതാക്കളെയും എടുത്ത് പരിശോധിച്ചോ. പല പാർട്ടികളിൽ നിന്നും മറുകണ്ഠം ചാടി എത്തിയ നേതാക്കന്മാർ അല്ലേ, അവരിന്ന് മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, അങ്ങനെ പലതുമായിട്ട് ഇപ്പോൾ അധികാര കസേരകളിലുണ്ട്, മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിമാരായിട്ടും ഒക്കെ അല്ലേ. അതിൽ ഒരാളാണ് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മറ്റേ വിമാനാപകടത്തിൽ മരണപ്പെട്ട അജിത് പവാർ അല്ലേ. അതുപോലെ ഇന്ന് ഈ പറയുന്ന ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി, അതുപോലെ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ടുവന്നവരാണ്. അതുപോലെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് വിട്ടുവന്നവരാണ്. അങ്ങനെ പല പാർട്ടികളിൽ നിന്നും വന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്തായിരുന്നു? ഇവരൊക്കെ ഒന്നാന്തരം അഴിമതി കേസുകളിലെ പ്രതികളായിരുന്നു. ഈ സുവേന്ദു അധികാരി പച്ചക്ക് ഈ പറയുന്ന കൈക്കൂലി വാങ്ങുന്നതിൻ്റെ തെളിവുകൾ വീഡിയോ അടക്കം നരേന്ദ്രമോദിയാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ ഇന്ന് അധികാര കസേരയിലാണ് ആൻഡ് വെരി സേഫ് പ്ലേസിലാണ് ഇരിക്കുന്നത്, വളരെ കൃത്യമായിട്ട്. അപ്പോൾ BJP എപ്പോഴും ഈ അഴിമതിക്കെതിരെ അഴിമതി എന്ന് പറഞ്ഞു കിടക്കുന്നവർ രാജ്യത്ത് കൃത്യമായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട റോഡുകൾ, പാലങ്ങൾ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക്. അതിൽ നടന്നിരിക്കുന്ന അഴിമതി, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവൈലബിളാണ്. ഇപ്പം ഈ അഴിമതി, ഇപ്പോൾ പാർലമെൻറ്റ് മന്ദിരത്തിന് 1200 കോടി രൂപ ചെലവഴിച്ച് പണിത പാർലമെൻറ്റ് മന്ദിരം ഒരു മഴ പെയ്യുമ്പോൾ ചോരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഈ പറയുന്ന അഴിമതിയാണ് അതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഒന്ന് അഴിമതി നടത്താൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുന്നു. അഴിമതി നമ്മൾ കക്കണം, കട്ടിട്ട് എല്ലാവർക്കും ഈക്വലായി ഷെയർ ചെയ്യണം. ഇനി പിടിക്കപ്പെട്ടാൽ നമ്മൾ തന്നെ പ്രതിരോധിക്കണം. ആരെ പിടിക്കപ്പെട്ടാലും ബാക്കിയുള്ളവർ കൂടെ നിൽക്കണം, ഒറ്റിക്കൊടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ വൈറലായിക്കൊണ്ടിരിക്കുക. ഇത് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന പല രീതിയിലുമുള്ള കോംപ്രമൈസുകൾ, അഴിമതി നടത്തിയിട്ട് വെറും പുറംമോടി മാത്രം
ഉണ്ടാക്കി വെച്ചതിൻ്റെ തിക്തഫലങ്ങൾ നമ്മുടെ മുന്നിലേക്ക് യാഥാർത്ഥ്യങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്ത ഒരു എക്സ്പ്രസ് വേ ഉണ്ട്, അതിൻ്റെ കുറേ വീഡിയോകൾ ദൃശ്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ ഒരു പാലം തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഏത് മേഖലകളിലാണെങ്കിലും വികസനം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് കോടാനുകോടി രൂപയുടെ ഫണ്ട് ചെലവഴിച്ച് പണിയുന്ന എല്ലാം അഴിമതിയുടെ ഒരു കൂമ്പാരമായി മാറിയിരിക്കുകയാണ് അല്ലേ? ഇപ്പം രാമക്ഷേത്രം എത്ര കോടാനുകോടി അവിടെ നിന്ന് കൊള്ളയടിച്ചത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അഴിമതി, പണം പിടുങ്ങാനുള്ള വഴിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ വളരെ കൃത്യമായിട്ട് ഒരു കൂട്ടം ആളുകൾ പ്രതിജ്ഞയെടുത്ത് കക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാ. അപ്പോൾ അത്തരക്കാർ ഈ പറയുന്ന ബി ജെ പിയിലെത്തുമ്പോൾ ബി ജെ പിക്ക് ഇവരെ സംരക്ഷിക്കുകയാണ്. ഇപ്പം അല്ലേ, ഹിമന്ത് ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി, അജിത് പവാർ, ഇങ്ങനെ തുടങ്ങി കുറേ ആളുകളുണ്ട്. പല കേസുകളിൽ, പല അഴിമതി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇപ്പുറത്തെത്തുന്നു. ആ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്നു, ഇവർ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഉള്ളത്. ഇതിപ്പോൾ ഒന്നോ രണ്ടോ ആള് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊള്ളയടിക്കുന്നത് പോലെയല്ലല്ലോ ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് പ്രതിജ്ഞയെടുത്ത് തീരുമാനമെടുത്ത് കക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ ഈ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്തിന് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുത്തരം കക്കാൻ വേണ്ടിയാണ്. തൻ്റെ കാര്യം സേഫാക്കണം, തനിക്ക് പണം ഉണ്ടാക്കണം, ജീവിതം അടിപൊളിയാകണം, ഇതാണ് ചിന്ത. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ പണിക്ക് ഇറങ്ങുകയാണ്. ഇപ്പം ഈ പാർലമെൻറ്റ് മന്ദിരത്തിലെ ചോർച്ചയും അവിടുത്തെ വെള്ളക്കെട്ടും ഒക്കെ പുറത്തേക്ക് അതിൻ്റെ കാഴ്ചകൾ വരുമ്പോൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കരുത്. പാർലമെൻറ്റ് മന്ദിരം മാത്രമല്ല, സമസ്ത മേഖലകളിലും ഈ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്തയുണ്ട്. എന്ത്? ഈ പറയുന്ന മന്ത്രിമന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച കോടിക്കണക്കിന് രൂപയുടെ കണക്ക്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഈ വൗച്ചർ എഴുതി പൈസ അങ്ങ് പോക്കറ്റിലാക്കാം എന്നുള്ളതാണ് ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്തയുടെ പരിണിത ഫലമായിട്ട് ഇത്തരം പ്രതിജ്ഞകൾ എടുത്തിട്ട് കക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് സംഘ് പരിവാർ കൂട്ടങ്ങൾ എന്ന് പറയുന്നത്.